ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്നലെ നമ്മൾ തീർത്ത് അതിൻ്റെ ലെറ്റർ സൈസസും പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഗൈസ്, ലെറ്റർ സൈസസിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? റേ ഡയഗ്രാം ഷോയിങ് ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയം എ ആൻഡ് ബി ഈസ് ഗീവൺ. ഇതാ ഈ ചിത്രം തന്നാണ്. ഈ ചിത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇവിടെ, നമുക്ക് നോക്കാം. Question A. In which medium will the speed of light be lost, A or B? First the A question. In which medium will the speed of light be lost, A or B? എയിലാണോ ബിയിലാണോ? അതവിടെ ചിത്രമുണ്ട്. ഇതിൽ ഏതിലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവുള്ളത് എന്ന്. പിന്നെ ആൻസർ ഞാൻ കാണിച്ചു തരാം. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which will be the optical denser medium. Justify your answer. ഏത് മീഡിയത്തിലാണ് ഒപ്റ്റിക്കലി ഡെൻസർ? എന്താണ് കാരണം എന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ. എ ആൻഡ് ബി. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാ എത്തി. ഇതാ ആൻസർ ഫസ്റ്റ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ബി ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് വാസ് ലെസ്. ബിക്കാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവ്. പിന്നെ ബി ക്വസ്റ്റ്യൻ്റെത്, ഇതിന് തന്നെ ബി ക്വസ്റ്റ്യൻ്റെത് ബി ആണ് ആൻസർ വരിക. ഇൻ മീഡിയം ബി ലൈറ്റ് റേ ബെൻസ് ടുവാർഡ്സ് ദ നോർമൽ, സോ ബി ഈസ് ഡെൻസർ. ആൻസർ എഴുതിയെടുത്തോളൂ. ലെറ്റർ സൈസസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് വാസ് ലെസ്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യൻ്റെത് ബി ആണ് ആൻസർ. അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇൻ മീഡിയം ബി ലൈറ്റ് റേ ബെൻസ് ടുവാർഡ്സ് ദ നോർമൽ, സോ ബി ഈസ് ഡെൻസർ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കൂടി നോക്കിയാലോ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ കൂട്ടുകാരെ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കോളൂ. കംപ്ലീറ്റ് ദ ഗീവൺ ഡയഗ്രാം, മാർക്ക് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇതാണ്. ഇതൊക്കെ ഇതിൽ പറഞ്ഞ പോലെ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇവിടെ നിങ്ങനെ വരുന്നു, ഗ്ലാസ്സിലേക്ക് എത്തുന്നു, ഇങ്ങോട്ടേക്ക് ആവുന്നു. ഐ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്, ആർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇതാ ഇങ്ങനെ നമ്മളത് ഇവിടേക്ക് ആകുന്നു, ഇവിടേക്ക് ബെൻഡ് ആവുന്നു. ഇവിടെ നമ്മൾ ആംഗിൾ കൊടുക്കുന്നു. ഈ ആംഗിളിൻ്റെ പേര് ആംഗിൾ ഐ. ഇവിടെ ഇങ്ങോട്ടേക്കാണല്ലോ ബെൻഡ് ആവുക. എന്താ ഇതിപ്പം ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് വരിക, എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യും. ഇതിൻ്റെ പേര് ആറ്. ഈ ഐയും ആറ് എന്താണെന്നൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്, പോയി നോക്കിയാൽ കാണാം. ഐയും ആറ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ലെറ്റർ സൈസസ് ഒന്ന് പറയുകയാണ്. അപ്പോൾ ഈ ആംഗിളിൻ്റെ പേര് ആറ്. അപ്പോൾ ഇതാ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആർ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇതാണ് ആൻസർ. ഇതാ എഴുതി വെച്ചോളൂ, ഇങ്ങനെ വരയ്ക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം തന്നെ. അത് ഈ നോർമലിലേക്ക് അടുപ്പിച്ച് വരച്ചിട്ട് ഇവിടെ ആറും ഇവിടെ ഐ എന്നിട്ട് കൊടുത്താൽ മതി. പിന്നെ ഐ എന്താ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആർ എന്താ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അത് എഴുതിയാൽ തന്നെ രണ്ടാമത്തേൻ്റെ ആൻസറായി. ഇനി നമ്മുടെ മൂന്നിൻ്റെ ആൻസറാണ് കാണേണ്ടത്. ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെയാണ് കാണേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈറ്റ് പാസസ് ഫ്രം മീഡിയം എക്സ് ടു വൈ. എക്സ് നിന്ന് വൈയിലേക്ക് ലൈറ്റ് പോവാം. അപ്പം ഹിയർ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാട്ടും ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് മീഡിയം ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് മോർ? ഏത് മീഡിയത്തിലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ? നമുക്ക് ആൻസർ ചർച്ച ചെയ്യാൻ കാണിച്ചു തരാട്ടോ ഞാൻ. ബി വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഏത് മീഡിയത്തിലാണ് അല്ലേ? അങ്ങനെ തന്നെ. ഏത് മീഡിയത്തിലാണ് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? മൂന്നാമത്തത്, അതായത് സി ക്വസ്റ്റ്യൻ, ഡ്രോ ദ പാത്ത് ഓഫ് ദ ലൈറ്റ്. ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഇതാ. 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ വൈ.
3 ബി എക്സ് ഹാസ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സി. ഇതാ വേഗം എഴുതിയെടുത്തോളൂ. എ ക്വസ്റ്റ്യൻ വൈ ബി എക്സ് ഹാസ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതാ എ സീക്വൽ ടു വൈ സീക്വൽ ടു അല്ല കേട്ടോ, എൻ്റെ ആൻസറാണ് കേട്ടോ വൈ. എൻ്റെ ആൻസർ വൈ. ബീൻ്റെ ആൻസർ എക്സ് ഹാസ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സി ക്വസ്റ്റ്യൻ ആൻസർ ഇതാ വരച്ചെടുക്കാം. ഇങ്ങനെ ഇവിടെ ആവും ഐ, ഇവിടെ ആവും ആറ്, ഇതേപോലെ വരച്ചെടുത്തോളൂ. 6 ഇതാ ഇതെന്താ ഗ്രേറ്റർ ദാൻ്റെ ഇതിൻ്റെ ചിഹ്നമില്ലേ, അതാണ് കേട്ടോ ഈ ഇട്ടത്. ഇത് ഐയും ഇത് ആറും ഐ ആണേ. ഇത് വരച്ചെടുത്തോളൂ. മേലെ എക്സ് താഴെ വൈ, അതാട്ടോ ഇവിടെ എഴുതിയത്. അപ്പം നമ്മളെ 3ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞു. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, 4ാമത്തെ ക്വസ്റ്റ്യൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡിഫറെൻറ്റ് മീഡിയം ആർ ഗീവൺ ഇൻ ദ ടേബിൾ. ഡിഫറെൻറ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞുതരാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡിഫറെൻറ്റ് മീഡിയം ആർ ഗീവൺ ഇൻ ദ ടേബിൾ. വേറെ മീഡിയത്തിൻ്റെ, അതായത് ഓരോ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ക്രോൺ ഗ്ലാസിൻ്റെത് 1.52 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഗ്ലിസറിൻ്റെ 1.47 ആണ്. സൺഫ്ലവർ ഓയിലിൻ്റെത് 1.47 തന്നെ, രണ്ടും സെയിം ആണ്. വാട്ടറിൻ്റെ 1.33യും എന്താണ് ഫ്ലൈൻറ്റ് ഗ്ലാസിൻ്റെത് 1.62 ആണ്. ഇതായി ടേബിളിൽ. ഇനി എ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇൻ വിച്ച് മീഡിയം ഡസ് ലൈറ്റ് ട്രാവൽ വിത്ത് മാക്സിമം സ്പീഡ്. ഇൻ വിച്ച് മീഡിയം ഡസ് ലൈറ്റ് ട്രാവൽ വിത്ത് മാക്സിമം സ്പീഡ്. ഏത് മീഡിയത്തിലാണ് ലൈറ്റ് മാക്സിമം സ്പീഡിൽ പോവുക? ഇതിലേത് മീഡിയത്തിലാണ്? നമുക്ക് ആൻസർ നോക്കാം. അടക്കട്ടെ. നമുക്ക് ഇതിലിപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഗ്ലാസ് നല്ല കട്ടിയുള്ളതാണ്. ഗ്ലിസറിൻ എങ്ങനെ പോലും വെള്ളത്തിനെക്കാട്ടി നല്ല കട്ടിയുള്ള സാധനമാണ്. ഒരു സാനിറ്റൈസറൊക്കെ ഉള്ള ഒരു കൊഴുപ്പ് പോലത്തെ ഒരു സാധനമാണ് ഗ്ലിസറിന്. സൺഫ്ലവർ ഓയിലാണ്. പിന്നെ വാട്ടർ, ഫ്ലൈൻറ്റ് ഗ്ലാസ്, സ്പിന്നിങ് ഗ്ലാസ്. ഇതിലൊക്കെ പാടെ വെച്ച് നോക്കുമ്പോൾ കൊഴുപ്പില്ല, കട്ടിയില്ല. നമുക്ക് എയർ കഴിഞ്ഞാൽ പിന്നെ കട്ടി കുറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ വാട്ടർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഊഹം വെച്ചെങ്കിൽ നമുക്ക് വാട്ടറാണ് എൻ്റെ ആൻസർ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. അതാക്കട്ടെ. അപ്പം ബി ക്വസ്റ്റ്യൻ. വിൽ എ റേ ഓഫ് ലൈറ്റ് എൻ്ററിങ് ഒബ്ലിക്വലി ഫ്രം ഗ്ലിസറിൻ ടു സൺഫ്ലവർ ഓയിൽ ഡീവിയേറ്റ്സ്, എക്സ്പ്ലെയിൻ ദ റീസൺ. ഗ്ലിസറിന്ന് സൺഫ്ലവർ ഓയിലേക്കാണ് ഇപ്പം റേ പോണത് കേട്ടോ. ലൈറ്റ് റേ ഇതിന്നാണ് പോണത്. അപ്പം എന്താ ആൻസർ എന്നൊക്കെ നമുക്ക് നോക്കാം. സി ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. സി ക്വസ്റ്റ്യൻ എന്താ അവിടെ? ലൈറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഗ്ലാസ് ടു ഈച്ച് മീഡിയം ലിസ്റ്റഡ് ഇൻ ദ ടേബിൾ 1.5 if light is incident at an angle of 30 degree, which medium will have largest angle refraction? Why? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആൻസർ കാണാം. ഇതിൻ്റെ ആൻസർ ഇതാ. 4ൻ്റെ ആൻസർ ലൈറ്റ് ഹാസ് മാക്സിമം സ്പീഡ് ഇൻ വാട്ടർ. നമ്മൾ ഊഹിച്ച അതേ ആൻസർ തന്നെ. ലൈറ്റ് ഹാസ് മാക്സിമം സ്പീഡ് ഇൻ വാട്ടർ. അപ്പോൾ ബീൻ്റെ ആൻസർ ഇതാ നോ, ബിക്കോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് of sunflower and glycerin was same. No, because refractive index of sunflower and glycerin was same. നമ്മൾ ഇതിൽ തന്നെ തന്നണേ. ഇവിടെ അപ്പുറത്തെ പേജില്ല. ഒറ്റ
ഗ്ലിസറിനും സൺഫ്ലവറിൻ്റെയും ഗ്ലിസറിൻ്റെ സൺഫ്ലവറിൻ്റെയും 1.47 അതാണ് കാരണം. ഇതാ നോക്കിക്കോളി. നോ because refractive index of sunflower and glycerin was same, also the optical density also same. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സെയിം ആണെങ്കിൽ ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സെയിം ആണ്. ബീൻ്റെ ആൻസർ അതാണ്. സീൻ്റെ ആൻസർ ഇതാ വാട്ടർ because in the table water has the least refractive index and least optical density, so the ray deviates less with larger angle of refraction. അപ്പോൾ ഗൈസ് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. വാട്ടർ because in the table water has the least refractive index and least optical density, so the ray deviates less with the larger angle of refraction. അപ്പം നമുക്കിനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നും കൂടി നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാ. ഒബ്സർവ് ദ ഫിഗർ. റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ 2 mediums ഈസ് ഡെപ്പിക്കേറ്റ്. ഇതാ ഈ 2 പിക്ചർ നോക്കി വെച്ചോളേ. എന്നിട്ടതാ അടിയിലാ എ ആൻഡ് ബി ക്വസ്റ്റ്യൻസ്. വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? വൈ? ഏതിനാണ് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത്? എന്താണ് കാരണം എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഏത് മീഡിയത്തിനാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഇതാ 2 ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഇതാ ഇവിടെ. മീഡിയം 1 എ ക്വസ്റ്റ്യൻ്റെത് മീഡിയം 1 ആണ്. അതിൻ്റെ കാരണം വൈ എന്നുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ലെസ് ഇൻ മീഡിയം 1. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ലെസ് ഇൻ മീഡിയം 1. അതാ ബി ക്വസ്റ്റ്യനും മീഡിയം 1 തന്നെയാണ്. ഇതാ അപ്പം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എത്രയുള്ളൂ. അപ്പം നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ഒബ്സർവ് ദ ഫിഗർ. ഈ ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്തോളൂ. ഈ 3 ഫിഗറും ഒബ്സർവ് ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് എന്താ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഫിഗർ ഇൻഡിക്കേറ്റ്സ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ഇതിലേത് പിക്ചറാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ഒരു ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഏതാണ്? പിന്നെ ബി ക്വസ്റ്റ്യൻ വിച്ച് ഫിഗർ ഇൻഡിക്കേറ്റ് റിഫ്രാക്ഷൻ? ഇതിലേത് ഫിഗറാണ് റിഫ്രാക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിയാലോ. ആറാമത്തതിൻ്റെ എ ആൻസർ എന്ന് പറഞ്ഞ് ഫിഗർ 1.29 എന്ന് വെച്ചാൽ അതാ ഈ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് കാണുന്നതാട്ടോ. ഏന്ന് 1.29 നോക്കിയിട്ട് കാര്യമില്ല. എല്ലാതും 1.29 ആണ്. ഇതിൽ ABC എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് നോക്കിയാൽ മതി. ഇതിൽ 1.29 ഇതാണ്. അപ്പം ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ബി ആൻഡ് സി ഇൻഡിക്കേറ്റ് റിഫ്രാക്ഷൻ. ഇതും ഈ 2 ബി ആൻഡ് സിയും ഈ റിഫ്രാക്ഷന് ഉദാഹരണമാണ്. ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിഫ്രാക്ഷനാണ്. ഇത് 2 റിഫ്രാക്ഷനാണ് കാണിക്കുന്നത്. ഇത് ഒറ്റൊന്നാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെത്. ഇത് 2 പേരും റിഫ്രാക്ഷനാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ക്രിറ്റിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഈസ് 42 degree. ചൂസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ വിച്ച് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എ ഓപ്ഷൻ 40 degree, ബി ഓപ്ഷൻ 49 degree, സി ഓപ്ഷൻ 38 degree, ഡി ഓപ്ഷൻ 42 degree. ഒന്നും കൂടി പറഞ്ഞുതരാം. എ ഓപ്ഷൻ 40 degree, ബി ഓപ്ഷൻ 49 degree, സി ഓപ്ഷൻ 38 degree, ഡി ഓപ്ഷൻ 42 degree. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ദ ക്രിറ്റിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഈസ് 42 degree. Choose the angle of incidence for which total internal reflection takes place.
അപ്പം നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് നോക്കിയാലോ. 49 ഡിഗ്രി 49 ഡിഗ്രി. എവിടെ 49 ഡിഗ്രി? ഇവിടെ ബി ആണ് ആൻസർ കേട്ടോ. 7ാമത്തേൻ്റെ ആൻസർ ബി 49 ഡിഗ്രി. 7ാമത്തേൻ്റെ ആൻസർ ബി 49 ഡിഗ്രി. നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ എത്തി. ഇനി വെറും 3 ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞ് നമ്മളെ ലെറ്റർ സൈസസ് കഴിയും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാണ്ട്. അപ്പം നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. We can see many small prisms in the reflectors used in motorcycle. Describe the benefits of using them. അത് യൂസ് ചെയ്യണ കൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് അപ്പം ഉള്ളത് അതാണ് നമുക്ക് നോക്കണം. ദ ബെനിഫിറ്റ്. Reflectors are attached to the tail lamp of. Reflectors are attached to the tail lamp of motorcycles. There are so many prisms in it which can reflect light from other vehicles by total internal reflection. This increases the visibility of the vehicles in night and help to prevent accidents. ഇതാ 8ന്റെ ആൻസർ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം, എഴുതിയെടുത്തോളൂ വേഗം. Reflectors are attached to the tail lamp of motorcycle. Reflectors are attached to the tail lamp of motorcycles. അത് എഴുതിയല്ലോ. അപ്പോൾ അടുത്ത നോക്കാം. There are so many prisms. There are so many prisms in it which can reflect light from other vehicles. Which can reflect light from other vehicles by total internal reflection. This increases the visibility of the vehicle in night and help to prevent accident. എട്ടാമത്തതിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒബ്സർവ് ദ ടേബിൾ. ഈ ടേബിൾ ഒബ്സർവ് ചെയ്യാം. ഫസ്റ്റ് ഇതാ ഇവിടെ എന്താ എഴുതിയ മീഡിയംസ്, ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് എഴുതിയത്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ കൊടുത്ത് 1.0003 ആണ്. ഇവിടെ വാട്ടറിൻ്റെ കൊടുത്ത് 1.33. കരോസിൻ 1.44. കരോസിൻ എന്താ എല്ലാവർക്കും അറിയാലോ, മണ്ണെണ്ണ. പിന്നെ ഇതാ ഇതെന്താ സാധനം, ടെർപെൻറ്റൈൻ ഓയിൽ 1.47. ക്രൗൺ ഗ്ലാസ് 1.52. ഡയമണ്ട് 2.42. ദ ABC ക്വസ്റ്റ്യൻസ് നോക്കാം. ചൂസ് ദ മീഡിയം ഇൻ വിച്ച് ലൈറ്റ് ഹാസ് ദ ലീസ്റ്റ് സ്പീഡ്. B question. The speed of light in air is 3 × 10⁸ meter per second. What is the speed of light in kerosene? C question. When a ray of light enters obliquely from air to diamond, will the refracted ray deviate towards the normal or away from the normal? Justify your answer. ഇതാണ് 3 ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്ക് നോക്കാം ആൻസർ എന്താ. 9ന്റെ ആൻസർ എന്താ. 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാ ഇവിടെ ഇതാ 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാ ഡയമണ്ട്. 9ന്റെ എന്റെ ആൻസർ എന്ന് പറയുന്നത് ഡയമണ്ട് ആണ്. ബീൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് in kerosene. Speed of light in kerosene V is equal to C/N.
വി ഈസ് ഈക്വൽ ടു സി ബൈ എൻ. ദാ അടിക്ക് നോക്കൂ. ഈസ് ഈക്വൽ ടു ഇതാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. വി ഈസ് ഈക്വൽ ടു എന്നുള്ളതിൻ്റെ 3 × 10⁸ m/s ബൈ 1.44 എഴുതിയല്ലോ. ഇങ്ങനെ ഒരു എഴുതിയോ. ഈസ് ഈക്വൽ ടു 2.083 × 10⁸ m/s ഈസ് ആൻസർ. ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ഈ കാണുന്നതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്കിതാ സി ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിയാലോ. റിഫ്രാക്റ്റഡ് റേ എഴുതിത്തോളൂ. റിഫ്രാക്റ്റഡ് റേ deviates towards the normal. Incident ray enters from a rarer medium to a denser medium. So it will deviate towards the normal. Optical density of diamond is greater than air. പത്താമത്തെ ആൻസർ എന്താ നോക്കാം. പത്താമത്തെ ക്വസ്റ്റ്യൻ ആദ്യം എന്താ നോക്കാം നമുക്ക്. പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താ ഫസ്റ്റ് നോക്കട്ടെ, മറന്നുപോയി. ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയം എ ബി സി ആൻഡ് ഡി ആർ ഗീവൺ. ചൂസ് ദ കറക്റ്റ് ഫിഗർ. ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയംസ് ആർ ഇൻ ദ ഓർഡർ എ, പിന്നെ അതിനെക്കാട്ടി ഇത് ബി, പിന്നെ അതിനെക്കാട്ടി ഇത് സി, പിന്നെ അതിലും ഡി. അപ്പോൾ ദാ ഫിഗർ 1 2 സി ഡി എ ബി സി ഡി ഇ. അപ്പോൾ നമുക്ക് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ ഫസ്റ്റ് തന്നെ നോക്കാം. ആൻസർ ഫസ്റ്റത്തെ ഇതിൻ്റെ ബി, പിന്നെ ഡി, പിന്നെ ഇ ആർ കറക്റ്റ്. ബി ഡിയും ഇയും ആണ് കറക്റ്റ് കേട്ടോ. ബി ഡി ഇ ആർ കറക്റ്റ്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മളെ ലെറ്റർ കഴിഞ്ഞു. ലെറ്റർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയ 11ാമത്തെ ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്നു. ക്വസ്റ്റ്യൻ വായിക്കാം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എഥനോൾ ഈസ് ലെസ്സർ ദാൻ that in methanol. Which medium has lower refractive index? Why? Which medium has lower refractive index? Why? എന്താ കാരണം? അപ്പോൾ നമുക്കത് നോക്കാം. 11ാമത്തതിൻ്റെ ആൻസർ ഇതാ അവിടെ എഴുതിയെടുത്തോളൂ, വേഗം എഴുതിയെടുത്തോളൂ. സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് lesser in ethanol because it has higher optical density and higher refractive index In methanol, speed of light is higher. Because it has lower optical density. And lower refractive index. അപ്പോൾ ദാ നമ്മുടെ ലെറ്റർ സൈസസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അടുത്തതെന്ന് പറയുന്നത് ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്റർ നമ്മൾ
ചാപ്റ്റർ എല്ലാ ഭാഗത്തു കൂടി നമ്മൾ പോയി. കഴിഞ്ഞ് നമ്മൾ ചാപ്റ്ററിൻ്റെ ലെറ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ ചാപ്റ്ററിൽ പുറത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കൂട്ടുകാരെ, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു, ലെറ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ഒരു 10 ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. അത് എഴുതിയെടുത്തോളൂ, അതിൻ്റെ ആൻസറും പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറേഞ്ച് ദ ഫോളോയിങ് മീഡിയ ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. അറേഞ്ച് ദ ഫോളോയിങ് മീഡിയ ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഓപ്ഷൻസ് തരാം. വാട്ടർ, എയർ, ഗ്ലാസ്, ഡയമണ്ട്. ഈ 4 എണ്ണം, അതായത് വാട്ടർ, എയർ, ഗ്ലാസ്, ഡയമണ്ട്, ഈ 4 എണ്ണത്തിൻ്റെയും അറേഞ്ച് ചെയ്യാം ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻക്രീസിങ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്യുക. വാട്ടർ, എയർ, ഗ്ലാസ്, ഡയമണ്ട് എഴുതിയോ? അത് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് ഡയമണ്ട്, ഗ്ലാസ്, വാട്ടർ, എയർ. അപ്പം നമ്മുടെ ഏറ്റവും കുറഞ്ഞെന്ന് ഇങ്ങനെ കൂടിയൊക്കെയല്ലേ വരണ്ടേ? ഇൻക്രീസിങ് ഓർഡറിലല്ലേ വേണ്ടേ? അപ്പം അതിൻ്റെ ആൻസറാണ് പറയുന്നത് വാട്ടർ, ഡയമണ്ട്, ഗ്ലാസ്, വാട്ടർ, എയർ. ഡയമണ്ട്, ഗ്ലാസ്, വാട്ടർ, എയർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയല്ലോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇതിലേക്ക് നോക്കാം. രണ്ടാമത്തെ പറയുന്നത് ദ എബിലിറ്റി ഓഫ് ലൈറ്റ് അണ്ടർഗോ റിഫ്രാക്ഷൻ ഇൻ മീഡിയം ഡിപ്പെൻഡ്സ് on the dash of the media. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞുതരാം. The ability of light to undergo refraction in medium depends on the dash of the medium. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞുതരാം, വേഗം എഴുതൂ. The ability of light to undergo refraction in medium depends on the dash of the medium. ക്വസ്റ്റ്യൻ എഴുതില്ല. അപ്പം നമുക്ക് ആൻസർ പറയാം. ആൻസർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ ആൻസർ എങ്ങനെ വരിക നോക്കുക. ആൻസർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറും പഠിച്ചാലോ. ദ എബിലിറ്റി ഓഫ് ദ ലൈറ്റ് ടു അണ്ടർഗോ റിഫ്രാക്ഷൻ ഇൻ മീഡിയം ഡിപ്പെൻഡ്സ് ഓൺ ദ ഡാഷ് ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ വരുമ്പം ഡിപ്പെൻഡ്സ് ഓൺ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ വരിക. അപ്പോൾ രണ്ടാമത്തെ എഴുതിയല്ലോ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനും നോക്കിയാലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് ഡാഷ് ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് ഡാഷ്. എന്താണ് ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ എഴുതിയിരിക്കോ. ആൻസർ എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അത് നമ്മൾ നേരത്തെ ചെയ്ത ഇതിലുള്ളത് തന്നെ കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തതിലുള്ള ഇതേ ക്വസ്റ്റ്യൻ വന്നു. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അപ്പോൾ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ. ഇൻ ദ ഫോളോയിങ് media which one has the highest refractive index. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഇൻ ദ ഫോളോയിങ് മീഡിയ വിച്ച് വൺ ഹാസ് ഹയസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഏതിൻ്റെയൊക്കെയാണ് ഇത് തരണ്ടേ? എയർ, വാട്ടർ, ഗ്ലിസറിൻ, ഗ്ലാസ്. ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ ഇത്.
എയർ, വാട്ടർ, ഗ്ലിസറിൻ, ഗ്ലാസ്. അപ്പം ഈ തന്നതിൽ നിന്ന് ഇൻ ദ ഫോളോയിങ് ഈ തന്നതിൽ നിന്ന് ഏത് മീഡിയയ്ക്കാണ് വിച്ച് വൺ ഹാസ് ഹയസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഈ 4 വാട്ടർ, എയർ, ഗ്ലിസറിന്, ഗ്ലാസ്, ഇതിലേതിനാണ് ഹയസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് ഇൻ ദ ഫോളോയിങ് മീഡിയ വിച്ച് വൺ ഹാസ് ദ ഹയസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? എയർ, വാട്ടർ, ഗ്ലിസറിൻ, ഗ്ലാസ്. അപ്പോൾ ആൻസർ ഏതാ? ഗ്ലാസ് ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഗ്ലാസ് ആണ്. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലേ നമുക്ക്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതിൽ ഒരു വരയ്ക്കാനൊക്കെ ഉള്ളതുണ്ട്, ഞാൻ കാണിച്ചു തരാം. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കല്ലേ. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈസ് 1.5. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻ calculate the velocity of light in glass, the refractive index of glass is 1.5. The refractive index of glass is 1.5. അപ്പോൾ നമുക്ക് ആൻസർ എന്താ നോക്കിയാലോ. ആൻസർ V is equal to C by N is equal to 3 into 10 raised to 8 meter per second. 3 into 10 raised to 8 meter per second by 1.5. V is equal to C by N is equal to 3 into 10 raised to 8 meter per second by 1.5. 3 into 10 raised to 8 meter per second by 1.5. അപ്പോൾ is equal to 2 into 10 raised to 8 meter per second ആണ് ആൻസർ. 6ാമത്തെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 into 10 raised to 8 meter per second. നമ്മളിപ്പോൾ പറയുന്ന ലെറ്റേഴ്സ് അല്ല, നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പം നമുക്കിനി 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് some transparent mediums are given. Answer the following questions. Based on this air, diamond, glass, water. Air, diamond, glass, water. അപ്പോൾ നമ്മളെ ABC എന്നുള്ള പോലെ ഇതിൽ 1 2 3 എന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ ഇതിൻ്റെ വൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് medium has the highest refractive index. ഇതൊക്കെ ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. അത് 1 2 3 ഓരോ മാർക്ക് വീതം. നമ്മളിത് നേരത്തെ വെച്ച 6ാമത്തെ ക്വസ്റ്റ്യനൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കി വെച്ചോളൂ. അപ്പോൾ നമ്മളെ 7ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് മീഡിയം ഹാസ് ദ ഹയസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എഴുതിയോ? അത് എഴുതിയ നമ്മളെ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് മീഡിയം ലൈറ്റ് ഹാസ് മാക്സിമം സ്പീഡ്.
ലൈറ്റ് ഹാസ് മാക്സിമം സ്പീഡ്? ഇൻ വിച്ച് മീഡിയം ലൈറ്റ് ഹാസ് മാക്സിമം സ്പീഡ്? അത് എഴുതി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് ഏഴിലെ ഓരോ പാർട്ട് ക്വസ്റ്റ്യൻസ് ആട്ടോ. ഏഴാമത്തെ ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള 3 ABC എന്ന് പറയുമ്പോൾ തന്നെ 1 2 3 എന്നുള്ളതായിരുന്നുള്ളൂ. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് if it is wrong, correct it. If it is wrong, correct it. As optical density increases, the refractive index of the medium decreases and speed of light decreases. The refractive index of the medium decreases. And the speed of light also decreases. The speed of light decreases. അത് എഴുതിയോ? അപ്പോൾ നമുക്കിനി അതിൻ്റെ ആൻസേഴ്സ് നോക്കിയാലോ. ഇത്ര നേരം പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇനി അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തേത് 1 ഡയമണ്ട് ആട്ടോ. ഏഴിലെ ഒന്നാമത്തേൻ്റെ ആൻസർ ഡയമണ്ട്. 7ലെ രണ്ടാമത്തേൻ്റെ ആൻസർ എയർ. 7ലെ രണ്ടാമത്തേൻ്റെ ആൻസർ എയർ. 7ലെ മൂന്നാമത്തേൻ്റെ ആൻസർ ആസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി increases, the refractive index increase ചെയ്യും. The optical density increase, the refractive index increase. The optical density increase. The refractive index increase. അപ്പം as optical density increase, the refractive index increase and the speed of light decrease. അത് എഴുതിയോ? അപ്പം നമുക്ക് ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Total internal reflections occurs when light travels from dash medium to dash medium. Total internal reflection occurs when travels from dash medium to dash medium. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കുക. ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. അപ്പം നമുക്ക് എന്താ നോക്കാം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ occurs when light travels from denser medium to rarer medium. എഴുതിയോ? അപ്പം നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യൻ എത്തി. 9ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ കറക്റ്റ് ഫിഗർ എന്നാ. അപ്പോൾ ഞങ്ങൾക്ക് ഫിഗർ കാണിച്ചു തരാം. അതിലേതാ കറക്റ്റ് നിങ്ങൾ തന്നെ പറയൂ. ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻസിൽ തന്ന ഫിഗേഴ്സ്. ഫിഗർ എ, ഫിഗർ ബി, ഫിഗർ സി, ഫിഗർ ഡി. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഫിഗർ ഡി. ലാസ്റ്റ് എത്തിയാട്ടോ ആൻസർ. ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇതതിൽ തന്ന ഓപ്ഷൻസ്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഈ ഡി ആ. ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. അങ്ങനെ നമ്മൾ 9 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി 10ാമത്തെ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലെ 10ാമത്തെ
ഇമ്പോർട്ടൻ്റ് നമ്മൾ തന്ന ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. The refractive index of a medium is 1.62. What is the speed of light in the medium? അപ്പോൾ ആൻസർ പറഞ്ഞാലോ? ആൻസർ പറഞ്ഞാൽ 1.62 is equal to എഴുതിക്കോളൂ. 1.62 is equal to 3 into 10 raised to 8 meter per second. 1.62 is equal to 3 into 10 raised to 8 meter per second by V. 3 into 10 raised to 8 meter per second by V. Comma V is equal to 3 by 1.62. V is equal to 3 by 1.62 into അതായത് നേരത്തെ നമ്മൾ ഇക്വേഷൻ 3 into 10 raised to 8 meter per second by V. അത് കഴിഞ്ഞിട്ട് കോമ ഇടുക. എന്നിട്ട് V is equal to 3 by 1.62. ബൈ എന്ന് വെച്ചാൽ 3 എഴുതുക, അടിയിൽ വരടുക, അതിൻ്റെ താഴെ 1.62 എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ ഈ സൈഡിലായിട്ട് ഇൻറ്റു ഇടുക 10 raised to 8 meter per second. അത് നമ്മൾ 3 into 10 raised to 8 meter per second ചെയ്തില്ല. ആ 3ന് പകരം നമ്മളിവിടെ 3 by 1.62 meter per 3 by 1.62 into 10 raised to 8 meter per second ചെയ്താൽ. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. is equal to 1.85 into 10 raised to 8 meter per second. ആൻസർ ഇത്രയേ ഉള്ളൂ. ആൻസർ 1.85 into 10 raised to 8 meter per second. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു വെറും 2 വീഡിയോ കൊണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതെന്ന് പറയുന്നത് മാക്സിമം ഇതേപോലെ തന്നെ 2 വീഡിയോ കൊണ്ടോ 1 വീഡിയോ കൊണ്ടോ ഫിസിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി നമ്മൾ ഫിസിക്സ്, ബയോളജി അങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മൾ എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റാവുന്ന കൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോയും കാണുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ ബെല്ലൈക്കൺ നിൽക്കി ഓൾ അമർത്തിയാലേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തുള്ളൂ. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.